അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം കടങ്ങള് പെട്ടെന്ന് വീടാൻ, ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ, ഐശ്വര്യമുള്ളൊരു ജീവിതമുണ്ടാകാൻ, ജീവിക്കുന്ന കാലത്തോളം മരണം വരെ പണത്തിനൊരു ബുദ്ധിമുട്ടും വരാതെ നല്ല സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ മഹാന്മാര് പറഞ്ഞ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരു അമലാണ്. ഒരുപാട് ആളുകൾ ഈ അമല് ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടായി. ഉസ്താദ്, എന്റെ കടം വീടി, എന്റെ ആവശ്യം നടന്നു, ഒരാഴ്ചക്കുള്ളിൽ എന്റെ മുറാദ് ഹാസിലായി എന്നിങ്ങനെ സന്തോഷങ്ങളെ അറിയിച്ച ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു അമലാണ് എന്ന് പറയാൻ പോകുന്നത്. മഹാന്മാർ അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിക്കുന്നു. ജാഅ ഫീ കിതാബി മിസ്ബാഇൽ ഗുലാമി വബഹ്ജത്തുൽ അനാമി ഫീ ശർഇ നൈലുൽ മറാം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു അമലാണ്. അത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ അമല് ചെയ്യേണ്ടത്. മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിന്റെ ശേഷമാണ് ഈ അമല് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം, ആണുങ്ങൾ ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം, പെണ്ണുങ്ങൾ ളുഹർ നിസ്കാരത്തിന്റെ ശേഷം. എന്താ ചെയ്യേണ്ടത്? ഈ ചെയ്യുന്ന ആളുകൾക്ക് ശുദ്ധി വേണം. പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ ശുദ്ധി വേണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നമുക്കറിയാം, വലിയ അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ചെറിയൊരു സൂറത്താണ്. സൂറത്തു തൗഹീദ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് അതിൽ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുറൈശികൾ, മക്കാ മുശ്രിക്കുകൾ, നിന്റെ പടച്ചവന്, നിന്റെ ഇലാഹ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയ ഒരു സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വങ്ങള് ഈ ചാനലിലൂടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 മറ 100 പ്രാവശ്യം ഓതുക. അത് കഴിഞ്ഞതിന് ശേഷം വസല്ലല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 മറ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 100 സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്ത് ചൊല്ലണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. ചെറിയ സ്വലാത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും ചൊല്ലാം. അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം അവന് ചൊല്ലേണ്ട ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ ചെറിയ ദുആ 70 മറ 70 പ്രാവശ്യം, 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 100 സ്വലാത്ത് കഴിഞ്ഞതിന്റെ ശേഷം, ചൊല്ലിയതിന്റെ ശേഷം അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹു ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക, എനിക്ക് ഹലാലായ മാർഗ്ഗത്തിലൂടെ നീ സമ്പാദ്യങ്ങൾ, സമ്പത്ത്, പണം നീ നൽകണം. ഹറാമിൽ നിന്ന് എന്നെ നീ കാക്കണം. വഅഗ്നിനി, എനിക്ക് നീ ഐശ്വര്യം നൽകണം. ബിഫദ്ലിക, നിന്റെ ഫദ്ൽ കൊണ്ട്, എന്റെ ഫദ്ലിൽ നിന്ന് അമ്മൻ സിവാക, മതിവരോളം എനിക്ക് ജീവിക്കുന്ന കാലത്തോളം, എന്റെ ജീവിതകാലം മുഴുവനും എനിക്ക് ഐശ്വര്യത്തോടുകൂടെ ജീവിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകണം. നല്ലൊരു ദുആ. ഈ ദുആ 70 മറ 70 പ്രാവശ്യം ചൊല്ലിയ, ഇങ്ങനെ ചൊല്ലിയാൽ, ഈ അമല് ചെയ്താൽ 70 പ്രാവശ്യം ചൊല്ലിയാൽ നല്ല ഇഖ്ലാസോടുകൂടെ ചൊല്ലണം. ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള അമലുകളെ, ഈ ആത്മീയപരമായി നാം അമല് ചെയ്യുമ്പോൾ, ഒരു ദിക്ർ ചൊല്ലുമ്പോൾ, മഹാന്മാര് പറഞ്ഞു തന്ന ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ അതിലേക്ക് ഈമാനും ഇഖ്ലാസും ഉണ്ടാകണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഏതൊരു അമലും സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്ത് അനുസരിച്ചാണ്. നിയ്യത്ത് എങ്ങനെയാണോ, നമ്മുടെ കരുത്ത്, നമ്മുടെ വിശ്വാസം ഏത് നിലക്കാണോ, തീർച്ചയായും ആ നിയ്യത്ത് നന്നായാൽ നമുക്കതിന്റെ ഫലം തീർച്ചയായും അനുഭവിക്കാൻ സാധിക്കും. ഒരുപാട് ആളുകള് പറയുന്നു, ഉസ്താദ്, ഞാൻ ഇന്ന് ദിക്ർ ചൊല്ലി, ഇന്ന് ദുആ നടത്തി, ഇന്ന് സ്വലാത്ത് ചൊല്ലി, ഒന്നും എനിക്ക് എന്റെ ഒരു കാര്യം നടന്നിട്ടില്ല, ഒരു കാര്യം പൂർത്തിയാകുന്നില്ല, ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നിങ്ങനെ പറയുന്നവരുണ്ട്. അവര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നല്ല വിശ്വാസത്തോടുകൂടെ ഈ അമല് ചെയ്താൽ ലം തമുറ ജുമുഅത, 2 ജുമുഅ വിട്ടുകിടക്കൂല.
എന്ന് പറഞ്ഞാൽ 2 ജുമ എന്ന് പറഞ്ഞാൽ ഈ ജുമ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ച, അതിന്റെ ഇടയിൽ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അറ്റായോനി അള്ളാഹു അവനെ സമ്പന്നനാണ്. എന്താണ് അവന്റെ ആവശ്യം? അവന്റെ കടം വീടലാണോ? അല്ല അവനിക്ക് വേറെന്തെങ്കിലും സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടോ? എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? പല ആവശ്യങ്ങളുള്ളവരാണല്ലോ നമുക്ക്. ലക്ഷക്കണക്കായ കോടിക്കണക്കായ കടമുള്ളവരുണ്ട്, അങ്ങനെ ജോലിയില്ലാത്തവരുണ്ട്, വീടിന്റെ പണി പകുതിയിൽ മുടങ്ങിയവരുണ്ട്. അങ്ങനെ പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണല്ലോ നാം. എന്ത് ആവശ്യമാണെങ്കിലും അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കും. ഏത് നല്ല ഹൈറായ ആവശ്യമാണെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കും. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം, അവന്റെ 100 ആവശ്യങ്ങൾ അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കും. ഈ അമല് ചെയ്ത 100 ആവശ്യങ്ങൾ അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കും എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. അപ്പൊ ഈ ഒരു അമല് നല്ല വിശ്വാസത്തോടുകൂടെ വെള്ളിയാഴ്ച തന്നെയാണ്, ഇത് വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ആണുങ്ങള് ജുമാ നിസ്കാരത്തിന്റെ ശേഷം, പെണ്ണുങ്ങള് ദുഹർ നിസ്കാരത്തിന്റെ ശേഷം നല്ല വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ എത്ര വലിയ കടമുണ്ടെങ്കിൽ, കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ വിവാഹം ശരിയാകാത്തവരുണ്ടെങ്കിൽ നല്ല വിശ്വാസത്തോട് അത് ആ ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കാര്യം സാധിക്കും. കച്ചവടത്തിന് അല്ല കച്ചവടം, ബിസിനസ് അല്ല ഇന്റർവ്യൂ, എന്ത് ഹലാലായ നല്ല കാര്യമാണെങ്കിൽ അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. നല്ല വിശ്വാസത്തോടെ, നല്ല ഈമാനോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ ഈ അമൽ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുള്ള, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് നമുക്ക്, അതൊക്കെ അള്ളാഹു മാറ്റി റാഹത്തും സന്തോഷം നൽകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. അപകട ദുരന്തങ്ങളിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ചാനലിലൂടെ ക്ലാസുകൾ ശ്രവിക്കുന്ന, കേൾക്കുന്ന, മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സർവ്വ മോമിനീങ്ങൾ, മോമിനാത്തുകൾ, എല്ലാ സഹോദര സഹോദരിമാരെല്ലാവർക്കും അള്ളാഹു ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും ധാരാളം ഏറ്റിക്കൊടുക്കട്ടെ. ജീവിക്കുന്ന കാലത്തോടും ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകി അള്ളാഹു നമ്മയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ദുന്യവിയായ എല്ലാ ഹലാലായ കാര്യങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ അള്ളാഹു നമ്മയും കുടുംബത്തെ കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.